ശിവശേഖ സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരു നോമ്പ് കാലം കൂടി കടന്നു വന്നിരിക്കുകയാണ്. നാം എല്ലാവരും നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാണ്. നമ്മളുടെ സ്നേഹം അവരോട് പ്രകടമാക്കുന്നതും നമുക്കറിയാം. എന്നിരുന്നാലും മറ്റുള്ളവരുടെ കുറ്റവും കുറവുകളൊക്കെ കണ്ടുപിടിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. നാമും അതൊക്കെ തന്നെ ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് 4-ാം അധ്യായത്തിലെ 9-ാം വാക്യത്തില് കർത്താവ് കായലിനോട് തന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. എന്റെ സഹോദരന്റെ കാവൽക്കാരനാണോ എന്നാണ് കായൽ തിരിച്ച് കർത്താവിനോട് ചോദിക്കുന്നത്. നമുക്കാർക്കും നമ്മളുടെ സഹോദരങ്ങളുടെ കാവൽക്കാരനാകാൻ സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ നിന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുക എന്നതിലല്ല, മറിച്ച് നമ്മളെ സ്നേഹിക്കാത്തവരെയും നമ്മളെ വെറുക്കുന്നവരെയും സ്നേഹിക്കുക എന്നുള്ള പാഠമാണ് ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ പീഡാനുഭവം നാം സ്മരിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് കാണിച്ചു തന്ന ഓരോ മാതൃകയും പിന്തുടരുവാനും യേശു തന്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവരെ തന്റെ ജീവിതം അവസാനം വരെ സ്നേഹിച്ചതുപോലെ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അതിരുകളില്ലാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സാധിക്കണം. അല്ലാത്ത പക്ഷം നമുക്കും അമർത്തിക്കുലുക്കി മടിയിലിട്ടു തരുമെന്ന് സുവിശേഷം പറയുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും നമുക്ക് നമ്മളുടെ പ്രവൃത്തികളിലൂടെ, കർമ്മം എന്ന് പറയുന്നതിലൂടെ നമ്മളുടെ ജീവിതത്തിലും നാം ചെയ്യുന്ന ഓരോ തെറ്റുകൾക്കും പ്രതിഫലം അറിയിക്കുന്നവരാണെന്നും നാം മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുന്നത് പോലെ നമ്മളുടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നതിൽ നിന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് ഈ നോമ്പുകാലം ഇടയാകട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. കൊടുത്ത കൊല്ലത്തും കിട്ടും. നന്ദി.